17 ദിവസങ്ങൾ സ്വന്തം ജീവനിലെ അവസാന തുള്ളി ശ്വാസം വരെ ആ 86-കാരൻ കാത്തിരുന്നു. ഒടുവിൽ ഒഴുക്ക് നിലച്ച ഗംഗാനദിയെ ജീവനോടെ നിലനിർത്താൻ പ്രൊഫസർ GD അഗർവാൾ എന്ന ശാസ്ത്രജ്ഞൻ നിരാഹാരം കിടന്ന് മരിച്ചു. അന്ന് ആ മരണത്തിന് നേരെ കണ്ണടച്ച അതേ ഇന്ത്യൻ ഭരണകൂടം ഇന്ന് ഡൽഹി ജന്തർ മന്ദറിലെ കൽപ്പാളികളിലേക്ക് നോക്കി വീണ്ടും കണ്ണു ചിമ്മുകയാണ്. അവിടെ 19 ദിവസമായി പട്ടിണി കിടക്കുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനുണ്ട്, സോനം വാങ്ചുക്. അതെ, പ്രശസ്തമായ 3 ഇഡിയറ്റ്സ് സിനിമയിലെ ഫുൻസുക് വാങ്ഡു എന്ന അമീർ ഖാൻ കഥാപാത്രത്തിന് പ്രചോദനമായ മരുഭൂമിയിൽ മഞ്ഞ് സ്തൂപങ്ങൾ നിർമ്മിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ, രാജ്യാന്തര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ അതേ സോനം വാങ്ചുക് തൻ്റെ 19 ദിവസത്തെ നിരാഹാരം കൊണ്ട് ശരീരഭാരം 8 കിലോയോളം കുറഞ്ഞ് മരണത്തിലേക്ക് നടന്നു നീങ്ങുമ്പോഴും രാജ്യം ഭരിക്കുന്ന സർക്കാർ തികഞ്ഞ നിശബ്ദതയിലാണ്. ചാകുകയാണെങ്കിൽ ചാകട്ടെ എന്ന തരത്തിലുള്ള പരമപുച്ഛമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു രാജ്യത്തിൻ്റെ അഭിമാനമായ ശാസ്ത്രജ്ഞൻ എന്തുകൊണ്ടാണ് ഇന്ന് ഭരണകൂടത്തിൻ്റെ കണ്ണിലെ ദേശവിരോധിയായത്? തോറ്റ കുട്ടികളെ ജയിപ്പിച്ച ഒരു അധ്യാപകനെ എന്തുകൊണ്ടാണ് ഡൽഹി പോലീസ് വളയുന്നത്? കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിൽ രാജ്യം പണയപ്പെടുത്തുമ്പോൾ ലഡാക്ക് എന്ന അതിർത്തി ഭൂമിയെ രക്ഷിക്കാൻ വാങ്ചുക് നടത്തുന്ന ഈ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ യഥാർത്ഥ കഥ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. 1980കളിൽ ലഡാക്കിലെ വിദ്യാഭ്യാസ രംഗം കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. അന്ന് അവിടെ 10ാം ക്ലാസ് പരീക്ഷ നടന്നാൽ അതിൽ 95% കുട്ടികളും തോൽക്കുമായിരുന്നു. ലഡാക്കിലെ മലനിരകളിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് ഒട്ടും പരിചയമല്ലാത്ത ഉറുദുവിലും ഇംഗ്ലീഷിലുമായിരുന്നു പാഠപുസ്തകങ്ങൾ. അവർ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ലാത്ത തെങ്ങുകളെക്കുറിച്ചും വിമാനങ്ങളെക്കുറിച്ചും മനപ്പാഠമാക്കാൻ ആ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ആ പരാജയപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായത്തോടാണ് സോനം വാങ്ചുക് ആദ്യം യുദ്ധം പ്രഖ്യാപിച്ചത്. അങ്ങനെ 1988-ൽ അദ്ദേഹം സെക്മോൾ എന്നൊരു ബദൽ സ്കൂൾ സ്ഥാപിച്ചു. ഈ സ്കൂളിൻ്റെ പ്രത്യേകത, ഇവിടെ പരീക്ഷകളിൽ പരാജയപ്പെട്ട കുട്ടികൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. പുസ്തകം നോക്കി മനപ്പാഠം പഠിക്കുന്നതിന് പകരം പ്രായോഗിക അറിവുകൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. കുട്ടികൾ തന്നെ സ്വന്തമായി സോളാർ വൈദ്യുതി ഉണ്ടാക്കി, കൃഷി ചെയ്തു, കെട്ടിടങ്ങൾ നിർമ്മിച്ചു, റേഡിയോ സ്റ്റേഷൻ നടത്തി. തോറ്റവർ എന്ന് മുദ്രകുത്തപ്പെട്ട ആ കുട്ടികൾ പിന്നീട് ലഡാക്കിൻ്റെ ഭരണരംഗത്തും ശാസ്ത്രരംഗത്തും വലിയ വിജയം കൈവരിച്ചു. തോൽവിയിൽ നിന്ന് വിജയത്തിൻ്റെ പുതിയൊരു ലഡാക്ക് മോഡൽ അദ്ദേഹം സൃഷ്ടിച്ചു. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ലഡാക്കിലെ പ്രകൃതിയിലും അദ്ദേഹം അത്ഭുതങ്ങൾ കാണിച്ചു. ലഡാക്ക് ഒരു തണുത്ത മരുഭൂമിയാണ്. വേനൽക്കാലത്ത് കൃഷി ഇറക്കാൻ നേരം കടുത്ത ജലക്ഷാമം അനുഭവപ്പെടും. എന്നാൽ ശീതകാലത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആരും ഉപയോഗിക്കാതെ ഒഴുകിപ്പോവുകയും ചെയ്യും. ഇതിനൊരു ശാസ്ത്രീയ പ്രതിവിധിയാണ് വാങ്ചുക് കണ്ടെത്തിയത്. അതാണ് ഐസ് സ്തൂപങ്ങൾ. ശീതകാലത്ത് പാഴാകുന്ന വെള്ളം പൈപ്പുകളിലൂടെ കൊണ്ടുവന്ന് -° തണുപ്പുള്ള രാത്രികളിൽ വായുവിലേക്ക് സ്പ്രേ ചെയ്യും. അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ മരവിച്ച് വലിയ ബുദ്ധസ്തൂപങ്ങളുടെ ആകൃതിയിൽ മഞ്ഞ് മലകളായി മാറും. കടുത്ത വെയിലിലും പെട്ടെന്നുരുകാത്ത ഈ മഞ്ഞ് സ്തൂപങ്ങൾ കൃത്യമായി വേനൽക്കാലമാകുമ്പോൾ ഉരുകി താഴേക്ക് വരികയും കർഷകരുടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്തു. ഈ കണ്ടുപിടുത്തത്തിന് ലോകത്തെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നായ റോലെക്സ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. -30° തണുപ്പിലും ഒരു തരി ഇന്ധനമില്ലാതെ ഉള്ളിൽ ചൂട് നിലനിർത്തുന്ന സോളാർ മൺവീടുകൾ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി നിർമ്മിച്ചു നൽകി. രാജ്യത്തിൻ്റെ കാവലാളായ സൈന്യത്തിന് പ്രകൃതി സൗഹൃദ പാർപ്പിടമൊരുക്കിയ ആളാണ് വാങ്ചുക്. എന്നാൽ കാര്യങ്ങൾ മാറിയത് പെട്ടെന്നാണ്. ലഡാക്കിന് കേന്ദ്രഭരണ പദവി കിട്ടിയതോടെ അവിടുത്തെ ദുർബലമായ പ്രകൃതിയെയും ഹിമാനികളെയും ചൂഷണം ചെയ്യാൻ വലിയ കോർപ്പറേറ്റ് മാഫിയകൾ കണ്ണുവെച്ചു തുടങ്ങി. ലഡാക്കിലെ മലനിരകൾ തുരന്ന് ഖനനം നടത്താനും റിസോർട്ടുകൾ പണിയാനും വലിയ നീക്കങ്ങൾ നടന്നു. ഇവിടെയാണ് വാങ്ചുക് വീണ്ടും സമരത്തിനിറങ്ങിയത്. ലഡാക്കിലെ ആദിവാസി ജനതയുടെ സംസ്കാരവും മണ്ണും സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങൾക്ക് സോനം വാങ്ചുക് തടസ്സമായി മാറിയ നിമിഷം
ഭരണകൂടം അദ്ദേഹത്തെ ശത്രുവായി പ്രഖ്യാപിച്ചു. സ്വന്തം നാട്ടിൽ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തെ ദിവസങ്ങളോളം വീട്ടുതടങ്കലിലാക്കി. പുറം ലോകത്തോട് സംസാരിക്കാൻ അനുവാദം നൽകിയില്ല. രാജ്യത്തിന് വേണ്ടി ജീവിച്ച ഒരു ശാസ്ത്രജ്ഞനെ ഒരു രാജ്യദ്രോഹിയെ പോലെയാണ് അധികാരികൾ കൈകാര്യം ചെയ്തത്. പക്ഷേ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. അങ്ങനെയാണ് ലഡാക്കിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാസങ്ങൾ നീണ്ട പദയാത്ര നടത്തി അദ്ദേഹം ജന്തർ മന്ദറിൽ എത്തുന്നത്. ഇന്ന് അനിശ്ചിതകാല നിരാഹാര സമരം 19ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഡോക്ടർമാരുടെ കർശനമായ മുന്നറിയിപ്പുകൾ അവഗണിച്ചും അദ്ദേഹം സമരം തുടരുന്നു. കഠിനമായ ഈ നിരാഹാരം കാരണം അദ്ദേഹത്തിന്റെ ശരീരഭാരം 8 കിലോയോളം കുറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. പ്രമുഖ തമിഴ് ഗായിക ചിന്മയി പണ്ട് പറഞ്ഞതുപോലെ, നിങ്ങൾ ചാവുകയാണെങ്കിൽ ചാവ്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന ദാർഢ്യത്തോടെയുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്. ചർച്ചകൾക്ക് പകരം ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് സമരക്കാരെ ഭീഷണിപ്പെടുത്താനും സമരം അട്ടിമറിക്കാനുമാണ് ശ്രമം നടക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രയും വലിയ ധിക്കാരം കാണിക്കുന്നത്? കാരണം അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വലിയ ആത്മവിശ്വാസമുണ്ട്. രാമക്ഷേത്രവും മറ്റ് സമുദായ ധ്രുവീകരണ രാഷ്ട്രീയവും ഉള്ളിടത്തോളം കാലം ജനകീയ സമരങ്ങളെ ഭയപ്പെടേണ്ടതില്ല എന്ന അഹങ്കാരത്തിലാണ് ഭരണകൂടം. ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളെക്കാൾ വൈകാരിക വിഷയങ്ങൾക്കാണ് അവർ മുൻഗണന നൽകുന്നത്. വിയോജിക്കുന്ന ജനപ്രതിനിധികളെ പണം കൊടുത്ത് വാങ്ങാനും അല്ലാത്തവരെ ഇഡി പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ വിട്ട് ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താനും സാധിക്കുന്നതുകൊണ്ട് ഇത്തരം ജനകീയ സമരങ്ങൾ തങ്ങളുടെ അധികാരത്തെ ബാധിക്കില്ലെന്ന് സർക്കാർ കരുതുന്നു. സാധാരണക്കാരായ വിദ്യാർത്ഥികൾ, ദളിതർ, കർഷകർ, ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ ആവശ്യങ്ങൾ നിരന്തരം അവഗണിക്കപ്പെടുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ സഹായങ്ങളും ഭരണകൂടം ചെയ്തു കൊടുക്കുന്നു. ലഡാക്കിൽ മാത്രമല്ല, ഉത്തരാഖണ്ഡിലും മധ്യപ്രദേശിലുമൊക്കെ ഗോത്രവർഗക്കാർ സമാനമായ രീതിയിൽ ദുരിതം അനുഭവിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒന്നിനെയും കണ്ടെന്ന് നടിക്കാൻ പോലും രാജ്യം ഭരിക്കുന്നവർ തയ്യാറാകുന്നില്ല. മുൻകാലങ്ങളിൽ അണ്ണാ ഹസാരെ ജന്തർ മന്ദറിൽ സമരം ചെയ്തപ്പോൾ ഓടിയെത്തി ചർച്ച നടത്തിയ ഭരണാധികാരികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിൽ അടിയറവ് വെച്ച ഒരു ഭരണകൂടം സാധാരണക്കാരന്റെ ശബ്ദത്തെ പുച്ഛിച്ച് തള്ളുകയാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ വിശാൽ ദദ്ലാനി പറഞ്ഞതുപോലെ, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. സോനം വാങ്ചുക്കിനെ മരിക്കാൻ വിട്ടുകൂടാ. 2018 പ്രൊഫസർ GD അഗർവാളിന് സംഭവിച്ച ആ വലിയ ദുരന്തം ഇന്ന് സോനം വാങ്ചുക്കിനും സംഭവിക്കാൻ ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ അനുവദിക്കേണ്ട ആവശ്യമുണ്ടോ? മാധ്യമങ്ങൾ പൂഴ്ത്തിവെക്കുന്ന ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.